വയനാട് നമ്മളിപ്പം ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ മൂന്നാറിലെ തണുപ്പിനെ കുറിച്ച് പറഞ്ഞില്ലേ. നമുക്ക് ഇവിടെ എല്ലായിടവും തണുപ്പാണ്, എല്ലാ സ്ഥലങ്ങളിലും തണുപ്പാണ്. നമ്മൾ ഈ നിലവിലുള്ളതിനേക്കാളും ഇത്രയും കാലം അനുഭവിച്ചതിനും അപ്പുറമുള്ളൊരു തണുപ്പാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇടുക്കിയിലെ കാര്യങ്ങളൊക്കെ പറയുന്ന പോലെ തന്നെയാണ് വയനാട്ടിലെ കാര്യത്തിലേക്ക് വന്നാലും വയനാടും അക്ഷരാർത്ഥത്തിൽ അങ്ങ് തണുത്ത് വിറക്കിയാണ്. പല ദിവസങ്ങളിലും താപനില 11 ഡിഗ്രിക്കും താഴെയാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ നിലവിലുള്ളതിനേക്കാൾ തണുപ്പ് കൂടുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന റിപ്പോർട്ടുകളൊക്കെ. ലിനറ്റ് വിവരങ്ങളുമായിട്ട് ചേരുന്നുണ്ട് വയനാട് നിന്ന് തത്സമയം. ലിനറ്റ്, ഇന്നും കൊടും തണുപ്പാണോ വയനാട്ടിൽ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. ഇന്ന് മഞ്ഞിന് ശമനം ഉണ്ടെങ്കിലും തണുപ്പിനൊട്ടും കുറവ് തന്നെ ഇല്ല. സാധാരണ രീതിയിൽ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഞങ്ങൾ ലൈവ് നിൽക്കുന്ന സമയങ്ങളിൽ സാധാരണ ഈ പല്ലൊക്കെ കൂട്ടിയിടിക്കുന്ന സൗണ്ട് വരെ ലൈവ് കേൾക്കാറുണ്ടെന്ന് PCR വിളിക്കുന്ന ആളുകൾ പറയാറുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട് പുൽപ്പള്ളിയിലാണ്. നിലവിൽ നോക്കുമ്പോൾ ഇവിടെയുള്ള കവലയിൽ ആളുകൾ ഇങ്ങനെ തീ കാഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ നല്ല തണുപ്പുണ്ട്. നമ്മുടെ കൈയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ കോച്ചി പിടിക്കുന്ന പോലെയൊക്കെ തോന്നാറുണ്ട്. ചേട്ടാ, തണുപ്പൊക്കെ എങ്ങനെയുണ്ട്? തണുപ്പ് നല്ല തണുപ്പല്ലേ. ഇന്നിപ്പോൾ ഏതാണ്ട് 14-13 ഡിഗ്രിയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ മഞ്ഞ് കുറവുണ്ട്, പക്ഷെ എന്നാലും മഞ്ഞായി വരുന്നുള്ളൂ. നല്ല തണുപ്പാണ്. ഇപ്രാവശ്യം ഏതാണ്ട് ഒരു 3-4 വർഷത്തിനുള്ളിൽ ഇപ്പം അടുത്ത് ഏറ്റവും നല്ല തണുപ്പാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ. അപ്പം എല്ലാവരും ഇങ്ങനെ തീ കാഞ്ഞ് നിൽക്കുകയാണ്. രാവിലെ തന്നെ പലരും ഈ ജോലിക്കൊക്കെ പോകുന്നവരുണ്ട്, പിന്നെ ക്ഷീരകർഷകരുണ്ട്, സൊസൈറ്റിയിലൊക്കെ പാല് കൊടുക്കാനായിട്ട് വരുന്നവരൊക്കെ ഇതേപോലെ കവലയിൽ ഇതേപോലെ തീയൊക്കെ കാഞ്ഞുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചേട്ടാ, കഴിഞ്ഞ വർഷങ്ങളെക്കാളും കൂടുതൽ തണുപ്പുണ്ടോ? കഴിഞ്ഞ വർഷമല്ല, എനിക്ക് തോന്നുന്നു ഒരു 40-50 വർഷങ്ങൾക്ക് മുമ്പുള്ള മാതിരി ഒരു തണുപ്പാണ് ഇപ്പോൾ വരുന്നത്. അതിശക്തമായ തണുപ്പാണ്. എല്ലാവരും പുറത്തിറങ്ങാൻ തന്നെ വിഷമിക്കുകയാണ്. വളരെ കാല് കൊടുക്കേണ്ടവരൊക്കെ നിർവാഹം ഇല്ലാത്ത കാരണം പുറത്തിറങ്ങി വരുന്നു. അതാണ് അതിഭയങ്കരമായ ശൈത്യമാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് അനുഭവപ്പെടുന്നത്. ഭയങ്കര തണുപ്പാണ്. തണുപ്പ് സാധാരണ രീതിയിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു പണ്ട് കാലങ്ങളിൽ? പണ്ട് കാലത്ത് അത്രയ്ക്കില്ല, ഇപ്പോൾ തണുപ്പ് കൂടി. അങ്ങനെയൊക്കെയാണ് സ്ഥിതി. നിലവിൽ എല്ലാവരും ഇങ്ങനെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാതെ എന്നെ പോലെ ഇങ്ങനെ ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് പുറത്തിറങ്ങുന്നത്. എന്നാലും ജോലിക്ക് കുറവില്ല. അതോടൊപ്പം വ്യായാമത്തിന് പോകുന്നവർ ഇതേപോലെ സെക്ടറും അതോടൊപ്പം തൊപ്പിയൊക്കെ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ വ്യായാമത്തിനൊക്കെ ആയിട്ട് ഇറങ്ങുന്നത്. നിലവിൽ ഇതേപോലെ പല കവലകളിലും അങ്ങാടികളിലും ഈ തീയൊക്കെ കാഞ്ഞുകൊണ്ടാണ് ആളുകൾ നിൽക്കുന്നത്. വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം സീസണൽ ടൂറിസ്റ്റ് സീസൺ കൂടെയാണ്. ഈ ഡിസംബർ ഈ ക്രിസ്മസ് കഴിയുന്നതോടുകൂടെ വലിയ രീതിയിലുള്ള ടൂറിസ്റ്റുകൾ ഇവിടേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടെയുള്ള ടൂറിസ്റ്റ് ഹോമുകളും ടൂറിസ്റ്റ് സെന്ററുകളും ഒക്കെ. ചേട്ടനൊരു പാട്ടുകാരനാന്ന് കേട്ടു. തണുപ്പിനെ കുറിച്ച് വല്ല പാട്ടും ഉണ്ടോ? ഇതിനെ കുറിച്ചല്ല, നമുക്ക് ഈ തണുപ്പിനെ മാറ്റാൻ വേണ്ടി ഒരു ചൂടുള്ളൊരു പാട്ട് പാടാം. തിന്താരാ തിമികതാരാ തിന്തിനാരാ തകതാരാ തിമികതാരാ തിന്തിനാരാ തകതാരാ താരാ തിമികതാരാ തിന്തിനാരാ തകതാരാ. ഇവിടല്ലോ നമ്മളെത്ര പൊൻകിനാവിൻ വിത്തു നട്ടു. ഇവിടല്ലോ നമ്മളെത്ര പൊൻകിനാവിൻ വിത്തു നട്ടു. അതിനല്ലോ നമ്മളെത്ര ചോര കൊണ്ടു നീർ നനച്ചു. അതിനല്ലോ നമ്മളെത്ര ചോര കൊണ്ടു നീർ നനച്ചു. ഒരുപാടു ജീവിതങ്ങൾ ഇത്തളത്തിൽ വളമിട്ടു. ഒരുമിച്ചു ചേർന്നു നമ്മൾ ഈ നിലത്തിനു കാവൽ നിന്നു. ഇവരെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ വയനാട്ടിൽ ഇപ്പോൾ കാവൽ നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. വന്യജീവി ആക്രമണങ്ങളൊക്കെ ഉള്ളത് കാരണം കൃഷി സംരക്ഷിക്കേണ്ടിയിട്ടും അതോടൊപ്പം ഈ തണുപ്പിനെ മറികടക്കേണ്ടിയിട്ടും ഇവർ തീ കാഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ പാട്ടൊക്കെ പാടിക്കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സേതു, കൊച്ചിയിൽ തണുപ്പുണ്ടെന്നാണ് കരുതുന്നത്? കൊച്ചിയിൽ നല്ല തണുപ്പാണ് ലിനറ്റെ.